കിട്ടുന്ന മൊത്തം 10 ലക്ഷം. 10 ലക്ഷം. ഓക്കെ. 1 ലക്ഷം നമ്മൾ ആദ്യം അവിടെ കെട്ടണം, അങ്ങനെ നമ്മുടെ വീതം. ആ. ബാക്കി അവരുടെ വീതം 9 ലക്ഷം അവർ തരും. 14 പശുവിനെ മേടിക്കണം. മേടിക്കണം. അത് സർക്കാർ കണക്ക് 60 രൂപയാണ് ഒരു പശുവിനെ കണക്കൂട്ടിയത്. പക്ഷെ ആ സംഭവം നടക്കൂല. 3.5% നമുക്ക് സബ്സിഡി. ബാക്കിയുള്ള സബ്സിഡിയുടെ പൈസ കഴിഞ്ഞ് ബാക്കിയുള്ളതിനെ 9%. ക്ഷീര കർഷകർക്ക് 10 ലക്ഷം രൂപ വരെ കിട്ടുന്ന PMEGP എന്ന സ്കീമിനെ കുറിച്ചായിട്ട് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. ഇതിനെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് തങ്കപ്പച്ചേട്ടനാട്ടോ. അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അപ്പൊ ഈ ഒരു സ്കീമിന് വേണ്ടി ചേട്ടൻ എന്താ ചെയ്തേ? ഞാൻ ഒരാളെ പോയി കണ്ടു, ഇതിനെ പറ്റി അറിയാവുന്ന ഒരാളെ. അയാള് ഇങ്ങനെ നമ്മളെ ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ ആധാർ കാർഡ്, പാൻ കാർഡ്, അങ്ങനെയുള്ള നമ്മള് ഇലക്ഷൻ വെക്കണ കാർഡ്, ഇതിന്റെയൊക്കെ സ്കൂൾ സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ കൊണ്ട് അയാളെ കാണിച്ചു. അപ്പൊ ഇതിന്റെയൊക്കെ ഫോട്ടോസ്റ്റാറ്റും കൊണ്ടു കൊടുക്കണം. എന്നിട്ട് അതൊക്കെ വെച്ച് അയാളൊരു സംഭവം നെറ്റിൽ നിന്ന് എടുത്ത് ബാങ്കായിട്ട് ചെന്ന് ചോദിക്കും. ബാങ്ക് തരാമെന്ന് മുമ്പ് പറഞ്ഞാൽ ആ ബാങ്കിന്റെ പേരിലേക്കാണ്, നാഷണലൈസ്ഡ് ബാങ്കിലായിരിക്കും, യൂണിയൻ ബാങ്ക്. അവിടേക്ക് ശരിയാക്കി റെഡിയാക്കി തന്ന നമ്മൾ ആദ്യം പോയി ചോദിക്കണം തരാൻ പറ്റൂല, ഇങ്ങനെ സംഭവം അപ്പൊ തരാം കുഴപ്പമില്ലാന്ന് പറഞ്ഞാൽ നമ്മള് ബാക്കിയുള്ള ഇതൊക്കെ. അല്ലെങ്കിൽ പിന്നെ ബാങ്കിന്റെ പേര് പിന്നെ മറണ്ട ഒരു ഇതിന്ന്. അപ്പൊ ബാങ്ക് ഏത് ബാങ്കിലായാലും ആ ബാങ്കിൽ പോയി ചോദിക്കാം. ചോദിച്ചു കഴിഞ്ഞിട്ട് സംഭവം അവർ ഓക്കെ എന്ന് പറഞ്ഞാൽ അവര് ചോദിക്കണം ഡോക്യുമെന്റ്സ്. നമ്മള് ആധാർ ചെയ്ത് തരാനൊന്നും വേണ്ട, കാർഡടച്ച രസീറ്റ് വേണം, റേഷൻ കാർഡിന്റെ കോപ്പി, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്ത് വേണം കൊണ്ടു കൊടുക്കാൻ. അക്ഷയ എന്നാണ് എല്ലാ പേപ്പറുകളും ശരിയാക്കണത്. അത് ശരിയാക്കി കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ 1 രൂപയും കൂടി കൊടുത്താൽ ഇതെല്ലാം കൂടി ഇതാക്കി പിന്നെ ഇതിനെ എവിടുന്നൊക്കെ എടുക്കണ്ടേ എങ്ങനെയാന്നൊക്കെ ഉള്ള ഒരു കൊട്ടേഷൻ വെക്കണം. ഓരോ ബയോഗ്യാസിന്റെ അതിൻ്റെ ആ കൊട്ടേഷൻ വെച്ച് അത് സ്വീകരിച്ച് അതെല്ലാം കേന്ദ്ര സർക്കാരിന്റെ ഓർഡറായി എന്ന് പറയുമ്പോൾ ഇവരുടെ കമ്പ്യൂട്ടറിലേക്ക് അത് ചെല്ലും, ബാങ്കിന്റെ. അങ്ങനെ നമ്മൾ ഈ സാധനം കൊണ്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ അവരിവിടെ വന്ന് നോക്കും. ബയോഗ്യാസിനും പിന്നെ പശുവിനെ എടുക്കാനും അങ്ങനെയാണ്. അങ്ങനെ കിട്ടുള്ളൂ. നമുക്ക് മെഷീനറി അങ്ങനെയുള്ള മെഷീനറി തൊഴുത്തിലേക്ക് വേണ്ട മെഷീൻ മേടിക്കാം, അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ മേടിക്കാം. പിന്നെ മെഷീൻ സാധനം ഒരുപാട് മേടിച്ചിട്ട് കാര്യമില്ല, പശു ഉണ്ടെങ്കിൽ നമുക്ക് കാശിട്ടുള്ളൂ. അതന്നെ. അപ്പൊ ബയോഗ്യാസ് ഇല്ലാണ്ടിരുന്നാൽ ശരിയാവില്ല. കുറെ ചാണവും വെള്ളവും ഒക്കെ അതിനകത്തേക്ക് പൊക്കോളൂല. ഇപ്പൊ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് അങ്ങനെ മണമൊക്കെ ചാക്കി കെട്ടി വെച്ചേക്കാണ് ചാണം. ഇത് പുറത്തുകൊണ്ട് ഉണക്കുകയും ചെയ്യും. അപ്പം മണത്തിന്റെ പ്രശ്നമില്ല. അതല്ലേ ഈ അടുത്തടുത്തുള്ള വീടുകൾക്ക് ഒന്നും പറയാത്തത്. ചാണം മണം അടിച്ചാൽ മാത്രമാണ് പ്രശ്നമുള്ളൂ. മണം അടിക്കാണ്ടിരുന്ന എന്ത് പ്രശ്നം. ഇപ്പൊ ഇവര് തന്നെ പ്രശ്നത്തിന് പോയാലും പൊല്യൂഷൻകാർ വന്നാലും ഇവിടെ ഒരു മണമില്ല ഇല്ലേ. പിന്നെ ഈ കച്ചറൊക്കെ ഞാൻ വാരി കാട്ടി ക്ലിയർ ചെയ്യും അടുത്ത മഴയ്ക്ക് മുമ്പ്. അപ്പൊ വന്ന് നോക്കിയാൽ നല്ല നീറ്റ് ആയിരിക്കും. ഒന്നല്ല ടൈലിടാനുള്ള പരിപാടിയാണ്. ടൈൽ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ വാർത്തിട്ട് ഒരടി സ്ക്വയറിലാക്കിയിട്ട് ടൈല് വിരിച്ച പോലെ അങ്ങനെ ആക്കും. ഈ കട്ടൊക്കെ ഇടിച്ച് നിരത്തി കുറെ മണ്ണും കൂടിയിട്ട് ലെവലാക്കിയിട്ട് അപ്പൊ പിന്നെ പശുക്കളെ ഇങ്ങോട്ട് ഇറക്കി കെട്ട ഇടക്കിടക്കി. അപ്പൊ ഈ ഒരു സ്കീമിന് എത്ര ലക്ഷം രൂപ കിട്ടും നമുക്ക്? സർക്കാരിൽ നിന്ന് കിട്ടുന്ന മൊത്തം 10 ലക്ഷം. 1 ലക്ഷം നമ്മൾ ആദ്യം അവിടെ കെട്ടണം, നമ്മുടെ വീതം. ബാക്കി അവരുടെ വീതം 9 ലക്ഷം അവർ തരും. അത് പെട്ടെന്ന് നമുക്ക് കിട്ടും? അതൊന്നും കിട്ടില്ല. അതന്നെ ഇപ്പൊ ഞാൻ കൊടുത്തിട്ട് 7 മാസമായി. നോക്കട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. ഞാൻ കയറിയാണ് കാണാൻ. അപ്പൊ ഈ മാസം നോക്കട്ടെ ശരിയാക്കാൻ പറ്റുമെന്നാ പറയണേ. എന്നാലും നമുക്ക് ഉറപ്പായിട്ട് അത് കിട്ടും വിചാരിക്കണം. ആദ്യം ഫസ്റ്റ് നമ്മൾ ബാങ്കിൽ പോയി അന്വേഷിക്കണം നമുക്ക് കിട്ടുമെന്ന്. പിന്നെ അതിനുള്ള ഐഡന്റി കാർഡ്, പിന്നെ ആധാർ കാർഡ്, നമ്മൾ ഡോക്യുമെന്റ് കൊടുക്കുക. കൊടുക്കണ്ട. ഇതിന്റെ കൺസെന്റീവ് എന്ന് പറഞ്ഞ ടീമുണ്ട്, ഒരാളുടെ അടുത്ത് ചെല്ല. ഇത് ശരിയാക്കി തരുന്ന ടീമുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അവരെ ആവശ്യക്കാരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കാൻ എന്നോട് ചോദിച്ചാ അവര് ഇതൊക്കെ റെഡിയാക്കി തരും. അപ്പൊ അവര് ചോദിക്കുന്ന ഡോക്യുമെന്റ്സ് ആണ് അവരുടെ അടുത്തേക്കാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഒറിജിനലൊന്നും കൊടുക്കണ്ട. ഒക്കെ ഇതിന്റെയും ഫോട്ടോസ്റ്റാറ്റ് കൊടുത്താൽ മതി. ഒറിജിനൽ കൊണ്ട് കൊടുക്കണം ആദ്യം. എന്നിട്ട് അത് നോക്കിയിട്ട് അവര് പറയും ഇതിന്റെയൊക്കെ കോപ്പി എടുത്ത് കൊണ്ടുവരാൻ പറയും. എന്നിട്ടൊരു ഇതുപോലെ ഉണ്ടാക്കി തരാണ് ആ സാധനം. പേപ്പർ കുറെ ഉണ്ടാവും, 10-30 പേജ് ഫയല് പോലെ. അത് അങ്ങനെ ആക്കിയിട്ട് ആദ്യം ബ്ലോക്കിൽ കൊണ്ടു ചെല്ലണം, വ്യവസായ വകുപ്പില് ഈ സാധനം ശരിയാക്കിയിട്ട്. അവിടെ നിന്ന് ഒപ്പിടിച്ചിട്ട് വീണ്ടും എറണാകുളം കാക്കനാട് വ്യവസായ വകുപ്പ് വലുതുണ്ടല്ലോ അവിടേക്ക് വിടും. അവിടെ നിന്നും റെഡിയാക്കി ഇതൊക്കെ ഓക്കെ ആണെന്ന് പറഞ്ഞ് എല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം ബാങ്കിലേക്ക് വിടും. അങ്ങനെ അത് ചുറ്റിക്കറങ്ങി വരണേ. അതാണ് ഇത്രയും സമയം എടുക്കുന്നത്. എന്തായാലും നമുക്ക് ഒരു 10 ലക്ഷമാണ് അവര് പറഞ്ഞത്. 1 ലക്ഷം രൂപ നമ്മൾ അടയ്ക്കണം. അപ്പൊ ഈ ബാങ്കിൽ ചെന്ന് ചോദിച്ചപ്പോ സാർ എന്താ പറഞ്ഞേ? നമ്മൾ ചെന്ന് ചോദിച്ചു ഇങ്ങനെ തൽക്കാലം ഇങ്ങനെ പശുവിനെ വളർത്തണം, അങ്ങനെ കാര്യം 2-3 പശുക്കിടാക്കൾ എനിക്കുണ്ട്, അതിൻ്റെ ഒപ്പം ഇങ്ങനെ മേടിക്കുന്ന പ്ലാനായിട്ട് ചെന്നേ. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നോക്കട്ടെ, നിങ്ങൾ ബാക്കിയുള്ള കടലാസൊക്കെ ശരിയാക്കി കൊണ്ടുപോകാൻ. അങ്ങനെ ശരിയാക്കി കൊണ്ടു ചെന്നു.
അവര് തരാന്നും പറഞ്ഞു. ഇപ്പൊ അങ്ങനെ പറിച്ച് നിക്കണ്. ഇനിയിപ്പോ എങ്ങനെയാ എന്താന്നൊന്നും അറിഞ്ഞൂടാ. ഇപ്പൊ എത്ര 6-7 മാസമായി ഇതിന്റെ പുറകെ കിടക്കണ്. അപ്പൊ ഈ 10 ലക്ഷം രൂപയിൽ എത്ര പശുവിനെ വാങ്ങാം? 14 പശുവിനെ മേടിക്കണം. അത് സർക്കാർ കണക്ക് 60 രൂപയാണ് ഒരു പശുവിനെ കണക്കൂട്ടിയത്. പക്ഷെ ആ സംഭവം നടക്കൂല. 60 രൂപയ്ക്കൊന്നും പശുവിനെ കിട്ടില്ല. പശുവിനെ കിട്ടും നമ്മുടെ ഈ നാട്ടിലുള്ള കുഞ്ഞിക്ക ജേഴ്സി പശുവിനെ. അതിനെ കൊണ്ട് ഫാം പോലത്തേൽ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് വീടുകളിൽ നിർത്തണ ഒരു 7 ലിറ്റർ 8 ലിറ്റർ കിട്ടണേനെ 60,000 രൂപ കൊടുക്കണം. ആ സാധനത്തിനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഫാമിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് ഒരു 15 ലിറ്ററിൽ മുകളിൽ കിട്ടിയാലാണ് ഫാം മുതലായി പോകുള്ളൂ. ഒരു 20-ഉം 15-ഉം 25-ഉം 30-ഒക്കെ അവർക്ക് കിട്ടും. പക്ഷെ അവരെ ശ്രദ്ധിക്കണം നമ്മൾ എപ്പോഴും. മറ്റേ ഈ 20-ഉം 15-ന്റെ മുകളിലേക്ക് 20-ന് താഴെയുള്ളവരെ നോക്കിയാൽ ഇവരെ നോക്കുമ്പോൾ നോക്കിയാൽ മതി. തീറ്റയും കാര്യങ്ങളും അകിടുവെക്കും വരണ്ട, പാലും നല്ലോണം കറന്നെടുത്താൽ മതി. വേറെ വലിയ ചികിത്സയും കാര്യങ്ങളൊന്നും വേണ്ട. HFന് എപ്പോഴും ഇതേ ടോണിക്കുകള് മരുന്നുകള് അതൊക്കെ ഇങ്ങനെ കൊടുക്കണം. അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് ക്ഷീണം വരും. അങ്ങനെ കേസ് ഉണ്ട്. പെട്ടെന്ന് ക്ഷീണം വരുന്നത് ഈ 10-30 ലിറ്റർ കറന്നെടുക്കുമ്പോൾ നമുക്ക് അത്രയും ക്ഷീണം അവർക്ക്. ഇവർക്കെന്ന് പറഞ്ഞ ഒരു 20 ലിറ്ററും ഒരു 15 ലിറ്ററിനും മുകളിലേക്ക് ആ ഫാമിനും നഷ്ടമില്ല, ആ കൊണ്ടു നടക്കണാർക്കും നഷ്ടമില്ല, പശുക്കൾക്കും വലിയ കേടും ഒന്നും വരില്ല. മറ്റവരെ നമ്മള് കൊച്ചങ്ങളെ നോക്കുമ്പോൾ സൂക്ഷിച്ച് കൊണ്ടു നടക്കണം. എപ്പോഴാ ഒരു ജലദോഷം എന്ന് വെച്ചാൽ അപ്പ പോയി ഡോക്ടറെ നമുക്ക് അറിഞ്ഞൂടാത്തതാണെന്നുണ്ടെങ്കിൽ വേഗം പോയി അവരെ കൊണ്ടു പോകണം. അങ്ങനെയുണ്ട്. നിങ്ങൾക്ക് പനിയും പെട്ടെന്ന് വരും. അതാണ് പ്രശ്നം. പനി ചൂട് പനി വല്ലൊന്ന് എപ്പോഴും ചെവിയും മേത്തൊക്കെ തൊട്ട് നോക്കണം. നമുക്കറിയാൻ പറ്റും. നമുക്കറിയാൻ പറ്റും മനുഷ്യനെ തൊട്ട് തന്നെ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോ നല്ല ചൂടുണ്ടാവും. ഈ ചെവിയുമ്പോ പിടിച്ച് കഴിയുമ്പോ ചെവി നല്ല ചൂടായിരിക്കും പനി ഉണ്ടെങ്കിൽ. പിന്നെ തീറ്റ എടുക്കൂല. അപ്പൊ ഓടിപ്പോയി അവരെ വിളിച്ചൊന്നും ഒരു ഇഞ്ചക്ഷൻ അടിക്കും. അല്ലെങ്കിൽ ഗുളികയുണ്ട് തൽക്കാലം ചില നേരത്തെ അതാ കൊടുത്തു കഴിഞ്ഞാൽ അപ്പം മാറും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇവർക്കൊന്നും കൊണ്ടുവന്ന ഇന്ന് വരെ ഡോക്ടർമാരെ കാണിക്കേണ്ട ആവശ്യം ഒന്നുമല്ല. ഒരു കൊല്ലായി ഡോക്ടർ എന്ന് പറഞ്ഞാൽ മറ്റേ ആ ഇഞ്ചക്ഷൻ ചെയ്യാൻ മാത്രമാണ് വന്നിട്ടുള്ളത്. പിന്നെ അവരുടെ പ്രതിരോധ കുത്തിവെപ്പില്ലേ, കുളമ്പ് രോഗത്തിന്റെ, അതിനൊക്കെ വന്നത് ഇവരെ കുത്തിവെച്ചിട്ടുള്ളത്. അതുകൊണ്ട് 1 രൂപ ഇവർക്ക് വേണ്ടി ആശുപത്രി ചെലവാക്കിയില്ല. പിന്നെ ഞാൻ ഇടയ്ക്ക് ലിവർ ടോണിക്കോ അതൊക്കെ മേടിച്ച് കൊടുക്കും. ഈ സ്കീമിനെ കുറിച്ച് എങ്ങനെ അറിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഫർണിച്ചർ വർക്ക്ഷോപ്പ് നടത്തിയില്ല. അപ്പൊ ഈ കേന്ദ്ര സർക്കാരിന്റെ ഇതെടുത്തതാ ഞാൻ. അതിന്റെ എന്റെ ഇടപാടൊക്കെ തീർത്തേ പിന്നെയാണ് അത് ആ ഫീൽഡിൽ നിർത്തിയത്. അങ്ങനെ നിൽക്കുമ്പോഴാണ് അത് ശരിയാക്കി തന്ന ആള് തന്നെ എന്നോട് പറഞ്ഞ ഇങ്ങനെ പശുവിനെയും പൂത്തിനെയൊക്കെ വളർത്താൻ ഇഷ്ടം പോലെ സഹായം കേന്ദ്ര സർക്കാരിന്റെ ഉണ്ട്. അപ്പൊ ഈ 2-3 പശുവിനെ ഇങ്ങനെ കൊണ്ടുകൊടുക്കുമ്പോ ഈ വഴി കൂടെ നടക്കുമ്പോ ഇതിനെ പറ്റി അറിയാവുന്നവര് എന്നോട് പറയും. അങ്ങനെ ഞാൻ അന്വേഷിച്ച് ചെന്നപ്പോ ഇന്ന ആളുടെ അടുത്താണ് സംഭവം. അപ്പൊ ഈ ലോൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപ നമ്മൾ അടയ്ക്കണം? തിരിച്ചടയ്ക്കണത് 3.5% നമുക്ക് സബ്സിഡി. ബാക്കിയുള്ള സബ്സിഡിയുടെ പൈസ കഴിഞ്ഞ് ബാക്കിയുള്ള 9% പലിശ. അത് മാസം അടയ്ക്കണം. ഏതാണ്ട് ഞാൻ ചോദിച്ചപ്പോ ഒരു 17 രൂപ അടുത്ത് അടയ്ക്കേണ്ടി വരും പലിശ മുതലും കൂടി. 7 വർഷം കാലാവധി. 7 വർഷം കാലാവധി അടച്ചാൽ മതി. വർഷം കൊണ്ടാന്ന് വെച്ചാൽ ഒന്നിച്ചുകൊണ്ട് നടക്കാൻ പറ്റില്ല. എന്നാലും മാസം കൊടുക്കേണ്ടി വരും. അവരൊന്നും പറയില്ല. കുറഞ്ഞു പോകുമ്പോ ഒരു പ്രശ്നം ഉണ്ടാകുള്ളൂ. കൂടിയുള്ള ഒരു വശവും കൊണ്ട് ഒരു ബാങ്കുകാരനും ഒന്നും പറയില്ല. അടച്ചാൽ മതി. പിന്നെ ഈ കേന്ദ്ര സർക്കാരിന്റെ പാർട്ടി 1 കൊല്ലോ 2 കൊല്ലോ കഴിയുമ്പോ വന്നു നോക്കും. വന്ന് നോക്കി ക്ലിയർ ആണെന്ന് പറഞ്ഞാൽ ഈ സബ്സിഡിയുടെ കാശ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ കിട്ടില്ല. ചെക്കിംഗ് ഉണ്ട്. പിന്നെ ഇടയ്ക്ക് 2-3 പ്രാവശ്യം ചെക്കിങ് ഇങ്ങനെ വരും. സത്യമാണോ പറയാം. ചിലർ ഇതൊക്കെ കാണിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളൊക്കെ കൊടുത്ത് കാശും മേടിച്ച് ആ സബ്സിഡി മേടിച്ച് ആ ബാങ്കിലെ ഇടപാട് തീർത്ത് അങ്ങനെ പോണവരും ഉണ്ട്. അപ്പൊ അത് ഇതിങ്ങനെ തുടർന്ന് നടത്തണമെങ്കിൽ ഇങ്ങനെ വന്നവര് നോക്കും. അങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ളൂ. ആദ്യമൊക്കെ ചാണം തറയില് മെഴുകിട്ടല്ലേ എന്റെയൊക്കെ ചെറുപ്പത്തിൽ കിട്ടണമില്ല. ഒരു രോഗവും നമുക്ക് ഇപ്പോഴും ഇല്ല. ഈ പ്രഷറോ ഷുഗറോ അധികം കിടന്നു തുടങ്ങാൻ. ഇന്നിപ്പോ മണം കേൾക്കുമ്പോഴേക്കും ആളുകൾ എടുത്തുകൊണ്ട് പോകുന്നു. എന്നാൽ ഈ ചാണം ഉണ്ടാവണം പൊട്ടിക്കറി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഉമ്മമാരൊക്കെ തിന്നും. ഈ ചാണം കളിക്കണത് ഈ പൊട്ടിക്കകത്താന്നുള്ളത് അവർക്കറിയാം. ആ സാധനം കൊടുത്തു നോക്കിയേ, ഇത്തിരി 2 പെഗും കൂടി അടച്ച് കഴിച്ചു. ഈ ചാണത്തിന്റെ മണം കേൾക്കുന്നത് അവർക്ക് പറ്റൂല. സാധനം ഏറ്റവും നല്ല ഔഷധമുള്ള സാധനല്ലേ. ഈ ചെറിയ കുട്ടി മുതല് വയസ്സന്മാരൊക്കെ കുടിക്കുന്നത് ഈ സാധനം. അപ്പൊ ഇത്തിരി മണമൊക്കെ ചാണത്തിന്റെ ഉണ്ടാവും. തീട്ടൊന്നും അല്ലല്ലോ അത്.
അതുവരെ ആളുകൾ കൊണ്ടുവന്ന് ഓരോ സ്ഥലത്ത് കളയണം. അതിലും നല്ലത് ഇത് കൈ കൊണ്ട് കൊടുക്കണ ഒരു കുഴപ്പമില്ല. അപ്പൊ ഈ ലോൺ അടച്ചതിന് ശേഷം നമുക്ക് എന്തെങ്കിലും സഹായം പ്രധാനമന്ത്രിയുടെ ഇതൊന്നും കിട്ടും? നമുക്ക് കിസാൻ കാർഡ് നമുക്ക് ബാങ്ക് തരും. അതിനകത്ത് ഒരു 1.5-2 ലക്ഷം രൂപ കൂടി കിട്ടുമെന്ന് തോന്നണേ, എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞൂടാ. അത് ഇത് ക്ലിയർ ആയിട്ട് പോയ ബാങ്കുകാർ പിന്നെ നമുക്ക് തന്നതാ. അത് അവരുടെ കെയർ ഓഫില് ഇങ്ങനെ ഇതിനും കേന്ദ്ര സർക്കാരിന്റെ സഹായം ഉണ്ട്, അങ്ങനെയും കൂടി ചെയ്ത് ഇവർ തരണേ. അപ്പൊ ഈ നമുക്ക് കിട്ടിയാലോ ആദ്യം എടുത്തത് നല്ല പക്ക ഡീസന്റ് ആയിട്ട് അടച്ച് 7 കൊല്ലത്തിനുള്ളിൽ നമ്മള് പരിപാടിയാക്കിയ അപ്പൊ അവർക്ക് വിശ്വാസമായില്ല ഇയാൾ തട്ടിപ്പല്ലാണ്. പിന്നെ 2 ലക്ഷം രൂപ പിന്നെ അവർക്ക് തന്നെ എന്താ കുഴപ്പമില്ല. അങ്ങനെ നമുക്ക് എടുക്കാം. കിസാൻ കാർഡ് വേണം. കാർഡ് അത് ഇത് കഴിയുമ്പോ തരും. തരുന്നില്ലെങ്കിൽ വേറെ ഏതെങ്കിലും വകുപ്പിലൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടുന്ന PMEGP എന്ന സ്കീമിനെ കുറിച്ചാണ്. അപ്പൊ ഞങ്ങളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോ ഞങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.